ലോൺ എടുക്കാത്ത മലയാളികൾ വളരെ ചുരുക്കമായിരിക്കാം. ഒരു ജോലി കിട്ടുന്നു, നമുക്ക് ഉടൻ തന്നെ ഒരു വീട് വെക്കണം, അതിനൊരു ഹോം ലോണ്. ജോലി കിട്ടുന്നു ഇല്ലെങ്കിൽ നമുക്കൊരു വണ്ടി എടുക്കണം, അതിന് കാർ ലോണ്. ഗാഡ്ജറ്റ്സ് വാങ്ങിക്കണം, ഐഫോൺ, ലാപ്ടോപ്സ്, ഇതൊക്കെ നമുക്ക് നോ കോസ്റ്റ് EMI വഴി കിട്ടുന്നുണ്ട്. ഇതല്ലാതെ ഇതെല്ലാം എടുത്തു കഴിയുമ്പോഴത്തേക്ക് ലാസ്റ്റ് ഒരു ഫണ്ടിന്റെ ആവശ്യം വരികയാണെങ്കിൽ പിന്നെ ലാസ്റ്റ് പോകുന്ന ഒരു ഓപ്ഷനാണ് പേഴ്സണൽ ലോൺ എന്ന് പറയുന്നത്. പക്ഷെ നല്ലൊരു ഇൻട്രസ്റ്റ് ആയതുകൊണ്ടാണ് നമ്മൾ ലാസ്റ്റ് പേഴ്സണൽ ലോണിലേക്ക് പോകുന്നത്. ഇതെല്ലാം നിങ്ങൾ എടുത്തു കഴിയുമ്പോഴത്തേക്ക് നമ്മൾ നമ്മുടെ സാലറിയുടെ ഒരു മേജർ ഭാഗം തന്നെ നമ്മൾ EMI ആയിട്ട് പോകുന്നു. ഇത് ലാസ്റ്റ് ആയിരിക്കും നിങ്ങൾ നോട്ടീസ് ചെയ്യുന്നത്. അപ്പോഴാണ് നിങ്ങൾ ചിന്തിക്കുന്നത്, കുറെ അധികം കടങ്ങൾ എനിക്കുണ്ട്, കുറെ അധികം ലോണുകൾ എനിക്കുണ്ട്, ഈ ലോണൊക്കെ ഞാൻ എങ്ങനെ അടച്ചു തീർക്കും? ഈ ലോണൊക്കെ ഞാൻ ഞാൻ ആദ്യമേ അടച്ചു തീർക്കണം? എങ്ങനെ എനിക്ക് എൻ്റെ ലോൺ പെട്ടെന്ന് അടച്ചു തീർക്കാൻ പറ്റും? എനിക്ക് ഒരു കാര്യവും ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് എൻ്റെ ലൈഫിൽ ഒരു എന്തെങ്കിലും ഒരു കാര്യം കൂടെ വാങ്ങിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ കൂടി നിങ്ങൾ ലോക്കായി ഇരിക്കുകയാണ് ഈ ഒരു സിനാരിയോയിൽ. ഇതെങ്ങനെ നമുക്ക് ക്ലിയർ ചെയ്യാം? നമ്മുടെ ലോണുകളൊക്കെ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ എങ്ങനെ കുറയ്ക്കാം, ഇല്ലെങ്കിൽ അത് ക്ലോസ് ചെയ്യാം എന്നതായിരിക്കും നമ്മൾ ഒരു വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. അതും ഒരു എക്സൽ ഷീറ്റോട് കൂടി നല്ല വൃത്തിക്ക് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ തന്നെയായിരിക്കും നമ്മൾ ഇത് ഷെയർ ചെയ്യുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ നിങ്ങൾക്ക് കമന്റ് ചെയ്യാവുന്നതാണ്. അപ്പൊ നമുക്ക് നേരെ എക്സലിലേക്ക് പോകാവുന്നതാണ്. അപ്പൊ നമ്മൾ നേരെ പോകുന്നത് നമുക്ക് പല ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലോൺ ഉണ്ട്. ഈ ഒരു സെഷൻ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ലോൺ, അതായത് ഹോം ലോൺ ഉണ്ട്, കാർ ലോൺ ഉണ്ട്. നമ്മൾ അത് കഴിഞ്ഞാൽ ഒരു ഫോൺ, ഒരു നോ കോസ്റ്റ് EMI അത് എടുത്തിട്ടുള്ളത് നമുക്ക് കൺസിഡർ ചെയ്യാം. എന്നിരുന്നാൽ തന്നെ നമുക്കൊരു പേഴ്സണൽ ലോൺ ഇവിടെ ലാസ്റ്റ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. സോ ഓൾമോസ്റ്റ് ഹോം ലോൺ ഒക്കെ നമുക്കൊരു 8.5% മുതൽ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ 8.5% ഒരു 30 ലക്ഷം രൂപയുടെ ഒരു ലോൺ എടുത്തിട്ടുണ്ട്, ഒരു ഹോം ലോൺ ഒരാൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന മന്ത്ലി EMI എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 26,000 രൂപയോളം വരും. ടെന്യൂർ, അതായത് 20 വർഷത്തേക്കാണ് നമ്മളിത് എടുത്തിട്ടുള്ളത്. എല്ലാ മാസവും 26,000 രൂപയ്ക്ക് മുകളിൽ നമ്മൾ പേ ചെയ്യേണ്ടതായിട്ടുണ്ട്. ടോട്ടൽ എമൗണ്ട് നമ്മൾ പേ ചെയ്യേണ്ട വരുന്നത് 62,48,327 രൂപയാണ്. ഇവിടെ കണ്ടോ, ഇതൊരു EMI കാൽക്കുലേറ്റർ ആണ്. 30 ലക്ഷം രൂപ നമ്മൾ ലോൺ എടുത്തു. 8.5% 20 വർഷത്തേക്കാണെങ്കിൽ നമ്മൾ ഓൾമോസ്റ്റ് ഇൻട്രസ്റ്റ് മാത്രം 30 ലക്ഷം രൂപ എടുത്തു കഴിഞ്ഞാൽ 32 ലക്ഷം രൂപ ഇൻട്രസ്റ്റ് മാത്രം കൊടുക്കുക. ലോൺ എടുത്ത 30 ലക്ഷം രൂപ നമ്മൾ പേ ചെയ്യുന്ന എത്രയാണ്? 62 ലക്ഷം രൂപയാണ് പേ ചെയ്യേണ്ടി വരുന്നത്. എസ്പെഷ്യലി ഹോം ലോണിന്റെ കേസിൽ പലരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് ഇതാണ്. എല്ലാവരും വിചാരിക്കും, ഓക്കെ ഫൈൻ, 26,000 രൂപ മാസം അടച്ചാൽ പോരെ എന്ന് ചിലർ വിചാരിക്കും. ചിലവരെന്താ ചെയ്യുന്നത്, 30 വർഷത്തേക്ക് എടുക്കും. അത് ബാങ്കുകാർ തന്നെ പറയും 30 വർഷത്തേക്ക് നമുക്ക് എടുക്കാൻ പറ്റും, അപ്പൊ 23,000 രൂപയേ ഉള്ളൂ എന്ന് അവർ പറയുന്നതായിരിക്കും. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, 62 ലക്ഷത്തിൽ നിന്ന് 82 ലക്ഷത്തിലോട്ടായി. ഒന്ന് ആലോചിച്ചേ, വെറും 30 ലക്ഷം രൂപയാണ് ലോൺ എടുത്തത്. 30 വർഷം കഴിയുമ്പോൾ നിങ്ങൾ പേ ചെയ്യുന്നത് ടോട്ടലി എല്ലാം കൂടെ നോക്കി കഴിഞ്ഞാൽ കോപ്പോസ് എമൗണ്ട് വരുന്നത് 83 lakh rupees ആണ്. സോ ഇറ്റ്സ് ബെറ്റർ നിങ്ങളൊരു 10 വർഷത്തേക്കൊക്കെ എടുക്കുകയാണെങ്കിൽ, ഒരു 10 years എന്ന രീതിയിൽ നിങ്ങൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ വെറും 14 ലക്ഷം രൂപയെ നമുക്ക് ഇൻട്രസ്റ്റ് പകുതിയായി. ഈ ഒരു വാല്യുവേഷൻ നിങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. കൂടുതൽ വർഷങ്ങളിലേക്ക് നിങ്ങൾ എടുക്കുമ്പോൾ അതിന്റെ എമൗണ്ട് ഡബിൾ ആയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളൊരു അനാലിസിസ് മാത്രമാണ് ഞാൻ ഇവിടെ കാണിച്ചു തന്നിട്ടുള്ളത്. ഇത്രയും രൂപ നമ്മൾ പേ ചെയ്യേണ്ടി വരുന്നു. കാർ ലോൺ 9.5% ആണെങ്കിൽ ഒരു 10 ലക്ഷം രൂപയുടെ കാർ ലോൺ ആണ് എടുത്തിട്ടുള്ളത്. 21,000 രൂപ മാസം പേ ചെയ്യേണ്ടി വരുന്നു അവിടെ 5 വർഷം എന്ന രീതിയിൽ. ഒരു ഫോൺ EMI ഉണ്ട് 4,200 രൂപ, നോ കോസ്റ്റ് EMI. 1 ലക്ഷം രൂപയുടെ ഫോൺ ആണെന്ന് വിചാരിക്കുക, ഇല്ലെ ഗാഡ്ജറ്റ് എന്തെങ്കിലും ആണെന്ന് വിചാരിക്കുക. 4,200 രൂപ നമ്മൾ അപ്രോക്സിമേറ്റ്ലി പേ ചെയ്യുന്നുണ്ട്. ഒരു പേഴ്സണൽ ലോൺ ആണെങ്കിൽ 13 മുതൽ 15% വരെയാണ് ഇൻട്രസ്റ്റ് ഉള്ളത്. സോ ഈ ഒരു കേസിൽ 5 ലക്ഷം രൂപ പേഴ്സണൽ ലോൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് 11,377 ഇത്രയുമാണ് മന്ത്ലി, അതായത് ഇത്രയും മാസം നിങ്ങൾ പേ ചെയ്യേണ്ടതായിട്ട് വരുന്നു. എങ്ങനെ പോയാലും ഒരു 50,000 രൂപ, ഒരു 60,000 രൂപയ്ക്ക് മുകളിൽ പേ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. 1 ലക്ഷം രൂപ സാലറി ഉള്ള ഒരാൾ 60,000 രൂപയെ നേരെ EMI ആയിട്ടാണ് ഇവിടെ പോകുന്നത്. എക്സാമ്പിൾ, 1 ലക്ഷം രൂപ സാലറി വേണമെന്നല്ല പറഞ്ഞത്, ഞാൻ ജസ്റ്റ് ഒരു വാല്യുവേഷൻ ഈസി ആക്കാൻ വേണ്ടി പറഞ്ഞത് മാത്രമാണ്. ഈ ഒരു കേസിൽ എല്ലാവർക്കും ഹോം ലോൺ, കാർ ലോൺ, ഫോൺ ഇല്ലെങ്കിൽ ഒരു പേഴ്സണൽ ലോൺ ഇത്രയും ഉള്ള ഒരാൾ എങ്ങനെ അവരുടെ ലോൺ അടച്ചു തീർക്കാം, എളുപ്പത്തിൽ അവരെങ്ങനെ അടച്ചു തീർക്കാം എന്നാണ് നമ്മൾ കാണാൻ പോകുന്നത്. ആദ്യത്തെ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് അവലാഞ്ചെ മെത്തേഡ് എന്ന് പറയും. എന്താണ് ഈ അവലാഞ്ചെ മെത്തേഡ്? ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് റേറ്റ് നമ്മൾ പേ ചെയ്യുന്ന ഏത് ലോണാണോ അത് ആദ്യമേ നമ്മൾ അടച്ചങ്ങ് തീർക്കുക. എവിടുന്നെങ്കിലും ഫണ്ട് അറേഞ്ച് ചെയ്തിട്ട് അത് ആദ്യം തന്നെ അടച്ചു തീർക്കുക.
തീർക്കുക. ഓൾമോസ്റ്റ് ഇവിടെ ഒരു പേഴ്സണൽ ലോണിൽ 13 മുതൽ 15% വരെയാണ് നമ്മൾ പേ ചെയ്യുന്നത്. അപ്പൊ ഇത് ആദ്യമേ അടച്ചു തീർത്താൽ തന്നെ നമുക്ക് മാസം 11,000 രൂപ നമുക്ക് മാറ്റിവെക്കാൻ പറ്റുന്നുണ്ട്. ഈ 11,000 നമ്മൾ എടുക്കുക, ഈ ഒരു കടം തീർന്നു, പേഴ്സണൽ ലോൺ തീർന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് സന്തോഷമായി നേരെ ആ പൈസ ചെലവാക്കാനല്ല നമ്മൾ പോകേണ്ടത്. ഈ 11,000 ഉണ്ടല്ലോ, രണ്ടാമത് ഏറ്റവും കൂടുതൽ നമ്മൾ ഇൻട്രസ്റ്റ് പേ ചെയ്യുന്ന എവിടെയാ? കാർ ലോണിലാണ്. ഈ കാർ ലോണിൽ 21,000 ഓൾറെഡി നമ്മൾ പേ ചെയ്യുന്നുണ്ട്. അതിനോട് കൂട്ടി തന്നെ ഒരു 10,000 ഇല്ലെങ്കിൽ ആ ഒരു 11,300 അതുകൂടെ അങ്ങ് ആഡ് ഓൺ ചെയ്യുക. ഓൾമോസ്റ്റ് ഒരു 32,000 രൂപ നിങ്ങൾ ഇവിടെ പേ ചെയ്യാൻ തുടങ്ങിയാൽ പെട്ടെന്ന് തന്നെ നമ്മളുടെ കാർ ലോൺ അവിടെ അങ്ങ് അടഞ്ഞു തീരുന്നതായിരിക്കും. 5 വർഷം വരെ പേ ചെയ്യേണ്ടി വരുന്നില്ല. നമുക്ക് ഇയർലി ക്ലോഷർ ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ ഒരു നല്ലൊരു ഇൻട്രസ്റ്റ് കുറയില്ല. ടോട്ടൽ കോപ്പേഴ്സ് എമൗണ്ട് നമ്മൾ പേ ചെയ്യേണ്ടത് കുറഞ്ഞു കിട്ടുന്നതായിരിക്കും. അടുത്ത നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഫൈനലി ഹോം ലോണിലോട്ട് പോവുക. അത് കഴിഞ്ഞിട്ട് മാത്രം മതി ഈ ഒരു ഫോൺ ലോൺ, അതായത് നോ കോസ്റ്റ് EMI നമ്മൾ വാങ്ങിച്ചിട്ടില്ലേ, അത് ലാസ്റ്റ് മാത്രം തീർന്നാൽ മതി. അതെന്തായാലും ഇതിന്റെ ഇടയ്ക്ക് അങ്ങ് തീരുന്നതായിരിക്കുമല്ലോ. സോ ഇതെല്ലാം കൂടെ നമ്മൾ ചെയ്യുമ്പം വളരെ ഈസി ആയിട്ട് നമുക്ക് നമ്മളുടെ ഈ ഒരു ലോൺ, ഇത്രയും ലോൺ കിടക്കുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് അടയ്ക്കാൻ പറ്റും. അവലാഞ്ച് മെത്തേഡ് വൺ ഓഫ് ദ ബെസ്റ്റ് മെത്തേഡ് ആണ്. മജോറിറ്റി ആൾക്കാരും യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ് ഇത് തന്നെയാണ്. രണ്ടാമത്തെ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് സ്നോബോൾ മെത്തേഡാണ്. അപ്പൊ നിങ്ങൾക്ക് ഒരു 5 ലോൺ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും ചിലർക്ക് ഭയങ്കര ടെൻഷൻ ആയിരിക്കും. അയ്യോ എനിക്കൊരു 5 ലോൺ ഉണ്ട്, ഞാൻ ഈ 5 ലോൺ എങ്ങനെ അടച്ചു തീർക്കും? എപ്പോഴും ഒരു ടെൻഷനാണ്, ഒരു ആവലാതിയാണ് അല്ലെ. ഒരു 5 എണ്ണം ഉണ്ട് എന്ന് വിചാരിക്കുമ്പോൾ ഇത് റെഡ്യൂസ് ചെയ്യാനായിട്ട് നമുക്ക് വേണേ പറ്റും. ഓക്കെ, 5 എണ്ണമില്ല, ഇനിയിപ്പോ 4 എണ്ണേ ഉള്ളൂ, ഇനിയിപ്പോ 3 എണ്ണേ ഉള്ളൂ. ഇങ്ങനെ കേൾക്കുമ്പോൾ നമുക്കൊരു മോട്ടിവേഷൻ ആണല്ലേ. 5 ലോൺ ഉണ്ടായിരുന്നു, ഇനിയിപ്പോ 4 എണ്ണേ ഉള്ളൂ. 5 ലോൺ ഉണ്ടായിരുന്നു, ഇനിയിപ്പോ 3 ലോണേ ഉള്ളൂ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു മോട്ടിവേഷൻ ആണ് വരുന്നത്. ഈ ഒരു കേസിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കുറഞ്ഞ എമൗണ്ട് ഏതാ ഇതില്? ഓൾമോസ്റ്റ് 1 ലക്ഷം രൂപയുടെ ഈ ഒരു ഫോണിന്റെ EMI ആണ് നമുക്കുള്ളത് ഇല്ലേ. ഈ ഒരു ഫോണിന്റെ EMI ഇത് നമ്മൾ ആദ്യം തന്നെ അങ്ങ് അടച്ചു തീർക്കുക. അപ്പൊ പിന്നെ നമ്മൾ നോക്കുമ്പോൾ എന്താ, ഇവിടെ നമുക്ക് 4 ലോണാണ് മെയിൻലി ഉള്ളത്. 4 എണ്ണത്തിൽ പിന്നെ ഇനി 3 ലോണേ ഉള്ളൂ. അപ്പൊ ഒരു സമാധാനമായി, ഒരു മോട്ടിവേഷനായി. ഓക്കെ, ഐ ഡിഡ് ഇറ്റ്, ഫൈനലി ഐ ഡിഡ് ഇറ്റ് എന്നുള്ളൊരു മോട്ടിവേഷൻ നമുക്ക് അവിടെ വരികയാണ്. ഇതിനെയാണ് സ്നോബോൾ മെത്തേഡ് എന്ന് പറയുന്നത്. അതായത് ഏറ്റവും ചെറിയ ലോൺ ഏതാണെന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ട് അത് അടച്ചടച്ച് തീർക്കുന്നു. അപ്പൊ നമുക്ക് എന്താ, പെട്ടെന്ന് ഈ 1 ലക്ഷം തീർക്കാൻ പറ്റുന്നു, രണ്ടാമത് ഈ 5 ലക്ഷം തീർക്കുന്നു, മൂന്നാമത് 10 തീർക്കുന്നു, ആൻഡ് ഫൈനലി 30 എത്തുന്നു. ഇതിന് വേറൊരു ഗുണമുണ്ട്. നമ്മൾ ഈ ഒരു ഫസ്റ്റ് നോ കോസ്റ്റ് EMI തന്നെ ശരിയാ, ഇത് അടച്ചു തീർത്തു, 1 ലക്ഷം തീർത്തു, പിന്നെ 4,200 രൂപ ഉണ്ടല്ലോ, അത് നേരെ നമുക്ക് ഇതിനോട് ചേർത്ത് അങ്ങ് പേ ചെയ്യാന്നേ. അപ്പൊ ഇത് ഇച്ചിരൂടെ ഈസി ആയിട്ട് എളുപ്പത്തിൽ തീർക്കാം. 5 വർഷം വരെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരുന്നില്ല. അപ്പൊ അടുത്ത എന്തായിരിക്കും, ഇതിനോട് ചേർന്ന് തന്നെ നമുക്കൊരു കാർ ലോൺ ഉണ്ട്, അതും നമുക്ക് അപ്പൊ 5 വർഷം വരെ വെയിറ്റ് ചെയ്യേണ്ടി വരുന്നില്ല. കാരണം പിന്നെന്താണ്, ഈ 11,000 ഫോറും എല്ലാം കൂടെ ചേർത്ത് നമ്മൾ ഇവിടെ അങ്ങ് പേ ചെയ്യുന്നതായിരിക്കും. ഓൾമോസ്റ്റ് 40,000 രൂപ നമ്മൾ പേ ചെയ്യുന്നു, എളുപ്പത്തിൽ അത് അടഞ്ഞു തീരുന്നതാണ്. ഇവിടെ എന്ന് പറയുമ്പോൾ 26,000 എന്നുള്ളത് നമുക്ക് നേരെ ഒരു 60,000 പെട്ടെന്ന് തന്നെ നമ്മളുടെ ഹോം ലോണും അടച്ചു തീർക്കാൻ പറ്റുന്നു. അവലാഞ്ച മെത്തേഡ് ഇത്രയും മാത്രമാണ്. ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ളത് ആദ്യമേ അടച്ചു തീർക്കുന്നു. സ്നോബോൾ എന്ന് പറയുമ്പോൾ ഏറ്റവും ചെറിയ ലോൺ ഏതാണോ അത് ആദ്യമേ തീർക്കുന്നു. അപ്പൊ നമുക്കൊരു മോട്ടിവേഷന് വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ്. മൂന്നാമത്തെ ഒരു മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 ലോൺ ഉണ്ട്. ഈ ഒരു 4 ലോണും ഈ 4 ടൈമിൽ നിങ്ങൾക്ക് പേ ചെയ്യേണ്ടവരും എല്ലാം ഒരു പ്രശ്നമായിട്ടുണ്ടെങ്കിൽ ഒരു മെത്തേഡാണ് ഡെപ്ത് കൺസോളിഡേഷൻ ലോൺ എന്ന് പറയും. അതായത് ചില ബാങ്കുകൾ ഒരു ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്കൊരു 3-4 ലോൺ ഉണ്ടെങ്കിൽ ഈ 3-4 ലോണൂടെ അവർ ഒറ്റയടിക്ക് പേ ചെയ്യാനായിട്ട് അവർ സപ്പോർട്ട് ചെയ്യും. എന്നിട്ട് ഒരു ഒറ്റ ലോൺ മാത്രം നിങ്ങൾ പേ ചെയ്താൽ മതി. അത്യാവശ്യം കുറച്ച് ഇൻട്രസ്റ്റിൽ നമുക്ക് പല സ്ഥലങ്ങളിലും നമുക്ക് ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും ഡെപ്ത് കൺസോളിഡേഷൻ ലോൺ. നല്ലൊരു മെത്തേഡ് തന്നെയാണ് അത്. അടുത്തൊരു മെത്തേഡ് എന്ന് പറയുമ്പോൾ യൂസ് ലംസം വൈസ്ലി. അതായത് ഒരു ഹ്യൂജ് എമൗണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഒരു മൈറ്റ് ബി നിങ്ങൾക്ക് PF കിട്ടിയതാകാം, അങ്ങനെ എന്തെങ്കിലും ഒരു മെത്തേഡ് വഴി കിട്ടിയിരുന്നു, ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ടാക്സ് ബെനിഫിറ്റ് ആയിട്ട് വരികയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലോൺ, അതായത് ലംസമായിട്ടൊരു എമൗണ്ട് വരികയാണെങ്കിൽ ഏതെങ്കിലും ഒരു ലോൺ അപ്പം തന്നെ അടച്ചങ്ങ് തീർത്തേക്കാം. ഏറ്റവും ബെസ്റ്റ്, ഏറ്റവും ഇൻട്രസ്റ്റ് നിങ്ങൾ കൊടുക്കുന്ന ഏതാണ് ആ ലോൺ ലംസമായിട്ട് ഒറ്റയടിക്ക് അങ്ങ് അടച്ചു തീർക്കാൻ പറ്റുമെങ്കിൽ 1 ടൈം സെറ്റിൽമെന്റ് ചെയ്യുന്നത് നല്ലത് തന്നെയാണ് തീർച്ചയായിട്ടും. അടുത്തെന്ന് പറയുമ്പോഴത്തേക്ക് ഇൻക്രീസ് യുവർ EMI പോസിബിൾ. അത് നമ്മൾ പറഞ്ഞല്ലോ, എന്താണ് നമ്മളുടെ അവലാഞ്ച മെത്തേഡിലും സ്നോബോൾ മെത്തേഡിലും നമ്മൾ ചെയ്തു. അപ്പൊ നമ്മുടെ എന്താ, ഫോർ എക്സാമ്പിൾ നമ്മുടെ പേഴ്സണൽ ലോൺ നമ്മൾ അടച്ചു തീർത്തു എന്ന് വിചാരിക്കുക. അപ്പൊ നമുക്ക് ഈ 11,000 രൂപ നമുക്ക് EMI നമ്മൾ മന്ത്ലി അടച്ചുകൊണ്ടിരുന്നത് ഈ മാസം തൊട്ട് നമുക്ക് എക്സ്ട്രാ കയ്യിലുണ്ട്. ഈ പൈസ എന്താ ചെയ്യേണ്ടത്, അത് ചെലവാക്കാനല്ല പോകേണ്ടത്, അത് നമ്മളുടെ കടം തീർക്കാനായിട്ട് യൂസ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ കാർ ലോൺ ആണ് എടുത്തത്, അപ്പൊ നമ്മൾ 21,000 11,000 കൂടെ നമ്മൾ പേ ചെയ്യണം.
ഓൾമോസ്റ്റ് ലൈക്ക് 32,000 നമ്മൾ ഇവിടെ പേ ചെയ്യുമ്പോൾ ഈസിലി ക്ലോസ് ആകുന്നു. ഇതാണ് നമ്മൾ EMIയുടെ എമൗണ്ട് പേ ചെയ്യാൻ പറയുന്നത്. ഇതുപോലെ തന്നെ നമ്മളുടെ അൺനെസസറി ആയിട്ടുള്ള ചെലവുകളൊന്ന് കട്ട് ഡൗൺ ചെയ്യുക. എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ചെയ്യാൻ പോകുന്നത്, അയ്യോ എനിക്ക് ഈ ഒരു എമൗണ്ട് ഉണ്ടെങ്കിൽ എനിക്ക് ആ ഒരു കടം തീർക്കാൻ പറ്റുമല്ലോ എന്നൊന്ന് ചിന്തിച്ച് കുറച്ച് നാൾ മാത്രം നമ്മൾ സാക്രിഫൈസ് ചെയ്യേണ്ടതായിട്ട് വരും. തീർച്ചയായിട്ടും ഈ ഒരു മെത്തേഡിൽ ഏറ്റവും ബെസ്റ്റ് ഞാൻ പറയുക അവലാഞ്ച മെത്തേഡ് തന്നെയായിരിക്കും ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ളത്. നിങ്ങൾ അത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും സൂപ്പർബായിരിക്കും. നമുക്ക് മറ്റേതെല്ലാം വളരെ എളുപ്പത്തിൽ തന്നെ അടച്ച് തീർക്കാനും സാധിക്കുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടിട്ടുള്ള മെത്തേഡ്, നിങ്ങൾക്ക് ഏതാണ് വർക്കൗട്ട് ആകുമെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് താഴെ കമന്റിൽ മെൻഷൻ ചെയ്യുക. ഇതുപോലെ ലോൺസിന്റെ ബേസിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ ചോദിക്കാവുന്നതാണ്. കമന്റിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചോദിക്കുക, എന്താണ് നിങ്ങളുടെ ലോൺ ഇന്നത്തോട്ട് ഇന്നൊരു സിനാരിയോയിലാണ് നിങ്ങൾ നിൽക്കുന്നത്, ഇത് ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടെ ചോദിക്കാവുന്നതാണ്. ഇനിയും ഒരു ബോണസ് ആയിട്ട് കുറച്ചുകൂടെ കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. പലപ്പോഴും പല ആൾക്കാരും ഒരു ലോൺ ക്ലോസ് ആകുമ്പോഴത്തേക്ക് ചാടി കയറിയിട്ട് ഓക്കെ ഫൈൻ തീർന്നു എന്ന് വെച്ചിട്ട് പിന്നെ അതിനെപ്പറ്റി മൈൻഡ് ചെയ്യാറ് പോലും ഇല്ല. പക്ഷേ ഇനി മുതൽ നിങ്ങൾ ഒരു ലോൺ ക്ലോസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ നോ ഡ്യൂ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കണം. പലപ്പോഴും പല ആൾക്കാരും മറന്നു പോകുന്ന ഒരു കാര്യമാണ്. ഒരു ലോൺ കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഓക്കെ ടാറ്റാ ബൈ ഡൺ അല്ലേ? അങ്ങനെയല്ല. ഇനി മുതൽ നിങ്ങൾ നോക്കേണ്ടത് നോ ഡ്യൂ സർട്ടിഫിക്കറ്റ് തീർച്ചയായിട്ടും നിങ്ങൾ എവിടുന്നാണോ ഏത് വെണ്ടറിന്റെ കയ്യിൽ നിന്നാണോ നിങ്ങൾ ലോൺ എടുത്തിട്ടുള്ളത് അത് തീർച്ചയായിട്ടും നിങ്ങൾ വാങ്ങിക്കുക. ഇതിനോടൊപ്പം തന്നെ നിങ്ങളുടെ സിബിൽ സ്കോറിൽ ഈ ഒരു ലോൺ അടച്ചതിൻ്റെതായിട്ടുള്ള രീതി എല്ലാം ഇത് ഇമ്പാക്ട് ആയിട്ടുണ്ടോ ഇല്ലയോ എന്ന് നോക്കുക. സിബിൽ സ്കോർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമുക്ക് പിന്നീട് ഒരു ലോൺ എടുക്കാനായിട്ടോ കാര്യങ്ങൾക്കൊക്കെ ഈ ഒരു ലോൺ കാരണം നമ്മളെ പുറകിലേക്ക് വലിച്ചിട്ടിട്ടുണ്ടെങ്കിൽ പിന്നീട് അത് കൂട്ടുക എന്ന് പറയുന്നതൊക്കെ ഇച്ചിരി ടൈം ടേക്കിംഗ് പ്രോസസ്സാണ്. സോ ഒരു കാര്യം ചെയ്യുമ്പോഴത്തേക്ക് നല്ല വൃത്തിക്ക് തന്നെ നിങ്ങൾ അത് ചെയ്യുക. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങളൊരു ലോൺ എടുക്കുമ്പോഴത്തേക്ക് അത് ഓട്ടോമേറ്റ് ചെയ്യുക. അതിന്റെ മന്ത്ലി പേയ്മെന്റ്, അതായത് മന്ത്ലി EMI എന്ന് പറയുന്നത് ഓട്ടോമേറ്റ് ചെയ്യുക. പലപ്പോഴും പല ആൾക്കാരും മറന്നു പോകാറുണ്ട് EMI. ഇൻ കേസ് നിങ്ങൾ മറന്നു പോയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഡിഡക്ട് ആയിക്കോളുമല്ലോ. നിങ്ങളുടെ സിബിൽ സ്കോറിനെ അത് ബാധിക്കുന്നതുമായിരിക്കില്ല. ഇതിനോടൊപ്പം തന്നെ നിങ്ങൾ ഒരു ലോൺ എടുത്ത് നിൽക്കുന്ന സമയത്ത് പുതിയ ലോൺസ് ഒന്നും ആഡ് ഓൺ ചെയ്യാൻ നോക്കാതിരിക്കുക. മാക്സിമം ഉള്ള ലോൺസ് എല്ലാം അടച്ചു തീർത്തിട്ട് മാത്രം വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് നിങ്ങൾ ലോൺസ് യൂസ് ചെയ്യുക. സോ ദാറ്റ്സ് ഇറ്റ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ നമുക്ക് അടുത്തൊരു സെഷനിൽ അടുത്തൊരു ബ്യൂട്ടിഫുൾ ടോപ്പിക് ആയിട്ട് കാണാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ടോപ്പിക്കിനെ പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ അതും താഴെ കമന്റ് ചെയ്യുക. തീർച്ചയായിട്ടും നമുക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. See you then. Bye.